അങ്ങനെ ഞങ്ങൾ വീണ്ടും വൈകിട്ട് ചേച്ചിയുടെ കൂടെ 2 കൈയിലും തൂങ്ങി ഇറങ്ങിയിട്ടുണ്ട്. വൈകിട്ടാണ് സാധാരണ പുറത്തിറങ്ങി കളിക്കാറുള്ളത്. അപ്പോൾ ചേച്ചി ഉണ്ടാകുമ്പം ചേച്ചിയുടെ കൂടെ കളികളും നടക്കും, ഡാൻസ് പ്രാക്ടീസും നടക്കും, എല്ലാം നടക്കും. അവൾ ചെയ്യുന്നതൊക്കെ അനുകരിച്ച് അതുപോലെയൊക്കെ ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തേജു. അവളാണ് എല്ലാം. അവളുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവരും അവളും കൂടെ ആയിട്ട് അങ്ങനെ കെട്ടിമറിഞ്ഞ് കളിക്കും. അപ്പോൾ നല്ല ഹാപ്പിയാണ് രണ്ടുപേരും. അതിനിടയിൽ എനിക്ക് എൻ്റെതായ പണികളൊക്കെ ചെയ്യാനും പറ്റും. അപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനുള്ളതൊക്കെ വേഗം അവരുടെ ഇടയിലൂടെ തന്നെ ഞാൻ ചെയ്തു. അതിനിടയിൽ വീഡിയോ എണീക്കെല്ലാം ചെയ്യും. പക്ഷെ ചേച്ചി കൂടെ ഉള്ളത് കൊണ്ട് അതൊന്നും ഗുരുതരമായിരിക്കില്ല, എല്ലാം നിസ്സാരമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കിടയിലേക്ക് പരിഹരിക്കാനായിട്ട് എനിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചേച്ചി അവരും തന്നെ ആയിട്ട് അതെല്ലാം പരിഹരിച്ച് കഴിയും. അപ്പോൾ കളികളൊക്കെ ഏകദേശമായി. അപ്പോൾ ഇതാ പോവാണ്. ഇനി ചേച്ചിയുടെ വീട്ടിലേക്കാണ് കളി. അപ്പോൾ അതിന് ഓടാണ്. എവിടെയും ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുള്ളൂ, അധിക സമയമൊന്നും സ്പെൻഡ് ചെയ്യില്ല. അപ്പം തമ്പുരു മുന്നിൽ ഓടിയപ്പോൾ തേജു പറയാം, വാ കൈ പിടിക്കുക, ഒന്നിച്ച് പോവാമെന്ന്. അങ്ങനെ രണ്ടുപേരും കൈ പിടിച്ച് പോയി. ഒറ്റയ്ക്ക് അവരെ അങ്ങനെ റോഡിലൂടെ പറഞ്ഞയക്കാറില്ല. ചേച്ചിയുടെ ഒപ്പം ആയാലും മുതിർന്ന ആരെങ്കിലും ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ ഇവിടെ നിന്ന് അങ്ങ് പോകുമ്പോഴേക്ക് അവിടെ ആരെങ്കിലും വന്ന് നിൽക്കും. അതാൾ വന്നിട്ടുണ്ട്, അപ്പോൾ ധൈര്യമായിട്ട് പറഞ്ഞയക്കാം. കുറച്ച് സമയം അവിടെ നിന്നിട്ട് തിരിച്ച് അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടി. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊപ്പം ഇവരങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് നോക്കി ഒരാൾ ഇവരൊപ്പം തന്നെ വേണം, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ചേച്ചിയും കൂട്ടി തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പം അവൾക്ക് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ദേ ഇവിടറ്റം കൊണ്ടുവന്നാക്കി നൈസായിട്ട് അവൾ ഓടി. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പാപ്പം കൊണ്ടുവന്നപ്പം അത് ആദ്യം തമ്പുരുവിന് കൊടുത്തത് തേജുവിന് പറ്റിയില്ല. അപ്പോൾ തേജുവിനെ കൂട്ടിയിട്ട് വന്ന് അവൾക്ക് കൊടുത്തപ്പോഴുള്ള രണ്ടുപേരുടെ സന്തോഷമാണ് കാണുന്നത്. രാവിലെ പോകുമ്പോൾ പാപ്പം വാങ്ങാനാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അത് കിട്ടുന്നവരെയുള്ള കാത്തിരിപ്പാണ്, വൈകിട്ട് വരുന്നത് വരെ. അപ്പോൾ അത് കിട്ടി. രണ്ടുപേരും അത് എന്താണെന്ന് നോക്കി. വലിയ തിടുക്കൊന്നും ഉണ്ടാവില്ല, ആ കിട്ടുമ്പോഴുള്ള ഒരു ആഗ്രഹം അത്രയേ ഉള്ളൂ. അത് കഴിച്ച് പിന്നെ ലച്ചു ചേച്ചി, ഇത് പുതിയ ഒരാളാണ് നിങ്ങൾ കാണുന്നത്. ഇതും മിയയെ പോലെ തന്നെ നമ്മുടെ ചേച്ചിയാണ്. അപ്പോൾ അവൾ വന്ന് അവളുടെ ബാഗ് അവിടെ വെച്ച് ഇവരെടുത്തുകൊണ്ടാണ് വന്നത്. അതിനുശേഷം ഞാൻ മുറ്റം അടിച്ചു. പിന്നെ കുറച്ച് സമയം ടെററായപ്പം ടി വിയിൽ തിരുവാതിരക്കളിയുടെ പാട്ട് വെച്ച് പാട്ടിട്ട് കൊടുത്തതാണ്. അപ്പോഴാണ് മാമൻ്റെ വരവ്. മാമൻ വന്നപ്പോൾ തിരുവാതിര കളിക്കുന്നത് കണ്ടപ്പം മാമനും കൂടി കളിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ശേഷം അവർ കുറച്ച് സമയം മാമൻ്റെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. വണ്ടിയിൽ അവർ സ്വന്തമായിട്ടിപ്പോൾ അത് വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൈവിട്ട കളിയാണ്, അത് ചവിട്ടുമ്പോഴേക്ക് നിർത്താനൊന്നും പറ്റില്ല. അങ്ങനെ മുന്നോട്ടാണെങ്കിൽ മുന്നോട്ട്, ബാക്കോട്ടാണെങ്കിൽ ബാക്കോട്ട്, ഇതാണ് പരിപാടി. പിന്നെ ഇതാ ഞാനൊരു മാങ്ങ മുറിച്ച് കൊടുത്തു രണ്ടുപേർക്കും. അതും കഴിച്ച് രണ്ടുപേരും ഉറങ്ങാനുള്ള പരിപാടി നോക്കണം.